മുനമ്പത്തുകാർക്ക് പുത്തൻ ഉണർവേകി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം. 3 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മുനമ്പം ജനതയ്ക്ക് കഴിഞ്ഞ ദിവസം ആശ്വാസത്തിന്റെ ദിനമായിരുന്നു. കിരൺ റിജിജുവിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവർ വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുനമ്പത്തുകാർ എങ്ങനെയാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു ഉറപ്പിനെ അവർ നോക്കിക്കാണുന്നത്. അതായത് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചട്ടരൂപീകരണം നടത്തും. അതിനുശേഷം ഏത് വിധത്തിലാണ് ഈ മുനമ്പത്തുകാർക്ക് ഈ ഒരു വഖഫ് ഭേദഗതി നിയമം പ്രയോജനപ്പെടുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ മന്ത്രി നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഫാദർ ആന്റണി സേവ്യർ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രി പറഞ്ഞിട്ടുള്ളത് മുനമ്പത്തുകാർക്ക് ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അത് നിയമപരമായിട്ടാണെങ്കിലും അല്ലാതെ ആയിട്ടാണെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ ഈ ചട്ടരൂപീകരണത്തിന് ശേഷം വീണ്ടും മുനമ്പത്തേക്ക് താൻ വരുമെന്നും, അത് മാത്രമല്ല ചട്ടം രൂപീകരിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ചില നിർദ്ദേശങ്ങൾ നൽകുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി അല്ലെങ്കിൽ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നന്ദി മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ നിലവിൽ മുനമ്പത്തുകാർക്ക് നൽകിയിട്ടുള്ള, അതായത് അവർ ഈ ഒരു വ്യക്തതക്കുറവ് പറഞ്ഞിരുന്നത് മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ ഒരു പരിഹാരമായിട്ട് വഖഫ് ഭേദഗതി നിയമം മാറുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള രേഖാമൂലം ഒരു കത്ത് മുനമ്പത്തെ സമരസമിതി കേന്ദ്രമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ മറുപടി അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് 3 ആഴ്ച സമയം ഈ ചട്ടരൂപീകരണത്തിന് വേണമെന്നും അതിനുശേഷം എല്ലാവിധ നടപടികളിലും എല്ലാ കാര്യമായിട്ടുള്ള സാധ്യതകളും ഒക്കെ തന്നെ മുനമ്പത്തുകാർക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മുനമ്പത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തെ അത് പുത്തൻ ഉണർവായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം 185-ാം ദിവസത്തിലേക്ക് സമരം കടന്ന ഒരു ദിനത്തിൽ തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത്. വളരെ ഹർഷാരവത്തോടു കൂടി തന്നെയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ അണിയുന്ന തലപ്പാവ് അല്ലെങ്കിൽ ആ തൊപ്പി അണിയിച്ചുമാണ് മുനമ്പത്ത് തീരദേശ ജനത കേന്ദ്രമന്ത്രിയെ വരവേറ്റത്. ഒപ്പം തന്നെ അവരുടെ ആശങ്കകൾ അതിൽ വ്യക്തത വരുത്താനായിട്ട് കേന്ദ്രമന്ത്രിക്കും സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ ചട്ടരൂപീകരണത്തിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി രേഷ്മ, എന്തായാലും മുനമ്പത്തുകാർക്ക് വലിയ ആവേശവും പുത്തൻ ഉണർവും തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം കൊണ്ട് ഉണ്ടായത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.